ഹായ്, ഇന്ന് വീണ്ടും ഞാനൊരു പോർക്കിൻ്റെ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ എന്താ എപ്പോഴും ഈ പോർക്കിൻ്റെ റെസിപ്പീസ് കൂടുതലിടുന്നതാണ്. ഞാൻ ശരിക്കും എൻ്റെ നാട് അങ്കമാലിയാണ്. അപ്പോൾ അങ്കമാലിയിൽ ആയതുകൊണ്ട് മാത്രമല്ല, എൻ്റെ മമ്മിയുടെ ആങ്ങളമാർ, അതായത് എൻ്റെ അച്ചാച്ചന്മാർക്കൊക്കെ ഈ പോർക്ക് വെട്ടുന്ന സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചെറുതിലെ മുതൽ കൂടുതലും കണ്ടതും കഴിച്ചതൊക്കെ ഇതായതുകൊണ്ടാണ് കൂടുതലും പോർക്ക് റെസിപ്പീസായിട്ട് വരുന്നത്. അപ്പോൾ പോർക്ക് റോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പോർക്ക് നന്നായിട്ട് നുറുക്കി വൃത്തിയാക്കി കുക്കറിൽ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി ചതച്ചത്. ഇഞ്ചി കുറച്ച് കൂടുതൽ ഞാൻ ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ചെറിയ സവോള എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതിൻ്റെ ഒരു 3 സവോളയാണ് അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളെന്ന് പറയുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇറച്ചി മസാല 1 ടീസ്പൂൺ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇട്ടിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് അതിൽ ചേർത്ത് പിടിപ്പിച്ചിട്ട് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രഷർ കുക്കറിൽ വേവിക്കുന്ന കാരണം നിങ്ങൾ അടുപ്പത്തല്ലാതെ വേവിക്കണമെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിയിൽ നന്നായിട്ട് നെയ്യ് ഉണ്ടെങ്കിൽ ആ നെയ്യിൽ നമുക്ക് ഇത് ഗ്രേവി തയ്യാറാക്കാം. നെയ്യില്ലെങ്കിൽ നമ്മളൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. ഞാൻ നോൺ വെജിൽ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ഉപയോഗിക്കും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും അത്ര കുറച്ച് മതി, അവർക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി അത്യാവശ്യം ഒരു 10-25 എടുക്കാനുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആകെ ഒരു 7-8 അല്ലി ചുമന്നുള്ളി മാത്രമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇറച്ചി വേവിക്കുമ്പോഴാണെങ്കിലും നമുക്ക് സവോളയ്ക്ക് പകരം ഒരു സവോളയ്ക്ക് ഇട്ടിട്ട് ബാക്കി കുറച്ച് ഉള്ളി ചേർക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണ വരെ ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് ഇപ്പോൾ ഈ മൂപ്പിക്കുന്ന ഈ സമയത്ത് നമ്മൾ അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ കറി വെച്ച സമയത്തെ ആവശ്യത്തിനുള്ള എല്ലാ മസാലകളും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത് ആകെ മല്ലിപ്പൊടിയും ഗരം മസാലയും മാത്രമാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇറച്ചിയുടെ എമൗണ്ട് കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനെടുത്തേക്കുന്ന ആകെ ഒരു 1.5 കിലോ ഇറച്ചിയാണ്, അതിനുള്ള അളവാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇറച്ചി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പം മസാലകളൊന്നും മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ കറിക്ക് അധികം ഗ്രേവി ഇല്ല, കുറച്ച് ഗ്രേവി ഉള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ ഇട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ ഞാൻ മൊത്തം ഇറച്ചി ഇതിലേക്ക് ഇട്ടിട്ടില്ല. ഇതിലേക്ക് നമ്മൾ ഒരുപാട് കുരുമുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് എരിവ് കുറച്ച് കിട്ടാൻ വേണ്ടി ഞാൻ പിള്ളേർക്കുള്ളത് മാറ്റി വെച്ചിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ അത്യാവശ്യം നല്ല തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ സമയത്ത് നമ്മളൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിയിൽ കൂടുതലും ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന കുരുമുളക് പൊടിയുടെയാണ്. നമ്മുടെ മുളക് പൊടിയുടെയോ പച്ചമുളകിൻ്റെ എരിവല്ല, കുരുമുളക് പൊടിയുടെ എരിവാണ് മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 2 ml നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുറുകി വരാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ ഇത് വെച്ച ഉടനെ തന്നെ ഉപയോഗിക്കുക. അത് ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞിട്ട്